السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ മുൽക്കിലെ 18-ാമത്തെ ആയത്ത് മുതൽ 22-ാമത്തെ ആയത്ത് വരെയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ശേഷം സംഘമായി നമുക്ക് ഓതി പരിശീലിക്കാം. എല്ലാവരും സൂറത്തുൽ മുൽക്കിലെ 18-ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كذب الذين من قبلهم فكيف كان نكير. ഇതിലെ ആദ്യത്തെ പദമായ വലഖദ്, ആദ്യത്തെ ഹർഫ് വ. ശരിക്കും ശ്രദ്ധിക്കണം. വാ ഉച്ചരിക്കുമ്പോൾ ചുണ്ടിൻ്റെ 2 തെല്ലുകൾ കൂടിയിരിക്കുകയും നടുഭാഗം തുറന്നിരിക്കുകയും ചെയ്യണം. വലഖദ് ലാം ഇവിടെ തർക്കീഖ് എന്ന് പറയുന്ന അവസ്ഥയിൽ അഥവാ നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കേണ്ട അവസ്ഥയാണ്, ലോ എന്നല്ല. എന്നാൽ തൊട്ടുശേഷമുള്ള ഖാഫോ തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്. ഹുറൂഫുൽ ഇസ്തിഅലാ അഥവാ ഇസ്തിഅലാ എന്ന് പറയുന്ന സിഫത്ത് നൽകിക്കൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫുകൾ ഖുസ്സ ദിഗ് തിൻഖിൽ. ഈ ഹർഫുകൾക്ക് എപ്പോഴും തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഖ സ ദ ത ഖ ഇതൊക്കെ ഇങ്ങനെയുള്ള ഖുസ്സ ദിഗ് തിൻഖിൽ ഈ ഹർഫുകൾ ഓഫ് അതിനാൽ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പക്ഷേ തൊട്ട് മുമ്പുള്ള ഹർഫ് നേരിയതായ രൂപത്തിലും ഉച്ചരിക്കേണ്ട ഹർഫാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും. വലഖദ് തൊട്ടു ശേഷമുള്ള ഹർഫായ ദാൽ ഖൽഖല അഥവാ ചലനശബ്ദം എന്ന് പറയുന്ന ആ സിഫത്ത് നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ പലരും ഓതുന്നത് പോലെ വലഖദ് കദ്ദബല്ലദീൻ എന്നല്ല, വലഖദ് എന്നല്ല, വലഖദ് കദ്ദബല്ലദീൻ. അല്ലദീൻ എന്ന പദം അതിലെ ദാലായി പോകാൻ പാടില്ല എന്ന് സാധാരണ നാം പറയാറുള്ളതാണ്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം മണിക്കണം. മിൻ ഖബ്ലിഹിം ഫകൈഫ ശ്രദ്ധിക്കണം. കാന നകീർ റായിനെ തർക്കീഖ് അഥവാ നക്കീർ എന്നല്ല ഓതേണ്ടത്, നേരിയതായ രൂപത്തിൽ നകീർ. ഫകൈഫ കാന നകീർ. ولقد كذب الذين من قبلهم فكيف كان نكير. അടുത്തായ أولم يروا إلى الطير فوقهم صافات ويقبضن. أولم ശ്രദ്ധിക്കണം വാവ്. അവലം യറൗ അവലം മണിക്കാൻ പാടില്ല. അവലം യ സാക്കിന മീമിന് ശേഷം യാ ആണ് വന്നത്, ഇൽഹാർ ചെയ്യണം, വെളിവാക്കിയാണ് ഓതേണ്ടത്. ചിലരൊക്കെ അവലം യറൗ ഇങ്ങനെ ഓതാറുണ്ട്. അതായത് ഏത് സ്ഥലത്താണ് മണിക്കേണ്ടത് എന്ന് അവർക്കറിയില്ല. അവർക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ മണിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് മണിച്ചോടും. ചില സ്ഥലങ്ങളിൽ മദ്ദ് ചെയ്യണം, നീട്ടണം എന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് നീട്ടിയേക്കും. ഇങ്ങനെയാണ് പലരും. അങ്ങനെയല്ല, ഇതിനൊക്കെ ഒരു നിയമമുണ്ട്. എല്ലാറ്റിനും ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഓതേണ്ടത്, എല്ലാ ഹർഫുകൾക്കും. ചില ഹർഫുകൾ ഒരൽപ്പം കട്ടിയോടുകൂടെ ഉച്ചരിക്കേണ്ടി വരും, എന്നാൽ മറ്റു ചില ഹർഫുകളൊക്കെ നേരിയതായ രൂപത്തിലായിരിക്കും. ചില സ്ഥലങ്ങളിൽ നീട്ടണം, ചില സ്ഥലങ്ങളിൽ മണിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതുകൊണ്ടാണ്
നാം ഇങ്ങനെ ആവർത്തിച്ച് ഓരോ ആയത്തിലുമുള്ള തെറ്റാൻ സാധ്യതയുള്ള പദങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നമ്മുടെ ഖിറാത്തിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു വന്നത് അവലം യറൗ, ഇവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് വെളിവാക്കിയാണ് ഓതേണ്ടത്. അവലം യറൗ ഇലത്തൈരി, ആണ്. ഇലത്തൈരി റായിന് തർക്കീഖ് ചെയ്യണം നേരിയതായ രൂപത്തിൽ. ഇലത്തൈരി ഫൗഖഹും സാഫാത്ത്, നന്നായി മദ് ചെയ്യണം. സാഫാത്ത് സീനല്ല സ്വാദാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. فوقهم صافات ويقبضن صافات എവിടെ മണിക്കണം. ഖാഫിൽ കൽക്കല കൊടുക്കണം ചലന ശബ്ദം. ലാദിൽ കൽക്കല കൊടുക്കാൻ പാടില്ല. പലരും ഇവിടെ ഓതാറുള്ളത് വയഖ്ബിളുൻ, ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. വയഖ്ബിൾ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. മാ യുംസികുഹുൻ ഷദ്ദുള്ള നൂനാണല്ലോ, മണിക്കണം. ഇല്ലർ റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ഇന്നഹു ഷദ്ദുള്ള നൂനാണല്ലോ, മണിക്കണം. ബികുല്ലി ഷൈഇൻ ഹംസക്ക് തൻവീനാണ്, ശേഷം ബാ വന്നു. ഇഖ്ലാബ് അഥവാ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. സാക്കിന നൂനിനെ അല്ലെങ്കിൽ തൻവീനെ മീമാക്കി മറിക്കണം, ഗുന്നത്തോടുകൂടെ ഉച്ചരിക്കുകയും ചെയ്യണം. അതാണ് ബികുല്ലി ഷൈഇൻ ബസീർ. ബസീർ ഇവിടെയും അവസാനത്തെ ഹർഫ് റാ ആണല്ലോ. റായിനെയും തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. കാരണം റായിന് സുക്കൂൻ, അതിൻ്റെ തൊട്ട് മുമ്പ് എന്താ ഉള്ളത്? സുക്കൂനുള്ള യാ, അതിനാൽ തർക്കീഖ് ചെയ്യണം. ഹസീർ, ഖദീർ, മസീർ, ബസീർ ഇതൊക്കെ ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ ബസീർ, ഖദീർ, നസീർ ഇങ്ങനെയല്ല ഓതേണ്ടത്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അടുത്തായ أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. അമ്മൻ ഷദ്ദുള്ള മീമാണല്ലോ, മണിക്കണം. ഹാദല്ലദീ, അല്ലദീ ദാലാണ്, ദാലായി പോവാൻ പാടില്ല. ഹുവ ജുന്ദുല്ലക്കും, ഹുവ ജുന്ദു മണിക്കണം. ജുന്ദുല്ലക്കും യൻസുറുക്കും, യൻസു ഇവിടെയും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ ദൂനി ഇവിടെയും മണിക്കണം. മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂൻ, ഇനിൽ കാഫി ഫ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഓരോ ഹർഫുകളിലും നല്ല അക്ഷരസ്ഫുടത, അക്ഷരശുദ്ധി കൊടുക്കണം. ഓരോ ഹർഫുകളെയും വേർതിരിച്ചുകൊണ്ട് തന്നെ നാം പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ അക്ഷരശുദ്ധി കൊടുത്തുകൊണ്ട് നാം പരിശീലിക്കണം. എന്നാൽ മാത്രമേ നല്ല രൂപത്തിൽ നമുക്ക് ഓതാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഫാ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തായ أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. أمن ഇവിടെയും ഷദ്ദുള്ള മീമാണല്ലോ, മണിക്കണം. ഹാദല്ലദി ദാൽ, ദാലായി മാറിപ്പോവാൻ പാടില്ല. യർസുഖുക്കും, യർസുഖുക്കും ആദ്യത്തെ ഹർഫ് ഖാഫ്, യർസുഖു രണ്ടാമത്തെ ഹർഫ് കാഫ്, ഖ ക. യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹ്, റിസ്ഖഹ് റി റായിന് തർക്കീഖാണ്,
റായിന് കെസർ വന്നാൽ ഏത് സ്ഥലത്ത് തന്നെയാണെങ്കിലും തർക്കീഖ് നേരിയതായ രൂപത്തിൽ. ഗൈറിൽ മഗ്ദൂബി അല്ലാതെ ഗൈറി എന്നല്ലല്ലോ ഉച്ചരിക്കേണ്ടത്. ഇവിടെയും അതേപോലെ തന്നെ റിസ്ഖക്കും രി എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇൻ അംസക റിസ്ഖഹ് യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹ് രി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ അവിടെ മണിക്കണം. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. അടുത്തായത് أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا. أفمن يمشي أفمن സുക്കൂനുള്ള നൂനാണ്, തൊട്ടുശേഷം യാ വന്നു. അതിനാൽ ഇദ്ഗാമും ബിഗുന്ന ഗുന്നത്തോടെ ഇദ്ഗാം ചെയ്യണം. മുകിബ്ബൻ അല മുകിബ്ബൻ ഇൽഹാർ ചെയ്യണം. മുകിബ്ബൻ ബാഇന് തൻവീനാണല്ലോ, ശേഷം ഐൻ എന്ന് പറയുന്ന ഹർഫാണ് വന്നത്. അതിനാൽ ഇൽഹാർ ചെയ്യണം. മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ. ഈ ഒരു പദം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 ഹാഉകൾ അടുത്തു വന്നു. ഹാ എന്ന് പറയുന്ന ഹർഫ് തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവ്യക്തമായി പോകും, നഷ്ടപ്പെട്ടു പോകും. വജ്ഹിഹി വജ്ഹിഹി വജിഹിഹി 2 ഹാവും ഇങ്ങനെ വ്യക്തമായി തന്നെ നാം ഉച്ചരിക്കേണ്ടതാണ്. എന്ന് കരുതി വജിഹിഹി എന്ന് കൂടുതലാക്കാൻ ഓവറാക്കാൻ പാടില്ല. മിതമായ രൂപത്തിൽ അലാ വജിഹിഹി അഹ്ദാ. മറ്റൊന്ന് ഇവിടെ നന്നായി മദ്ദ് ചെയ്യണം. കാരണം തൊട്ടുശേഷം ഹംസയാണ് വന്നത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ നന്നായി നീട്ടണമല്ലോ. അതുകൊണ്ട് ഇവിടെ നന്നായി മദ്ദ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി അഹ്ദാ അമ്മൻ. ഇവിടെയും നന്നായി മദ്ദ് ചെയ്യണം. മറ്റൊന്ന് അമ്മൻ, ഇവിടെയും ശദ്ദുള്ള മീമാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നന്നായി മണിക്കണം. യംശി സവിയൻ അല സവിയൻ അ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻവീന് ശേഷം ഐന് വന്നു, ഇൽഹാർ ചെയ്യണം. അലാ സിറാത്തിൻ സിറാത്തിൻ സിറാത്തിൻ. താഇന് തൻവീനാണ്, ശേഷം ഏത് ഹർഫാണ് വന്നത്? മീം. അതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. മറ്റൊന്ന് താ ആണ്, തായി പോകാൻ പാടില്ല. അലാ സിറാത്തിൻ എന്ന് താ ആയി ഉച്ചരിക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. أَمَّن يَمْشِي سَوِيًّا عَلَى صِرَاطٍ مُسْتَقِيمٍ. ഇത്രയും ആയത്തുകൾ നമുക്കിനി സംഘമായി ഓതി പഠിക്കാം. ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ കൂടെ അതേപോലെ ഓതുകയും ചെയ്യണം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ولقد كذب الذين من قبلهم فكيف كان نكير. ولقد كذب الذين من قبلهم فكيف كان نكير. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. أولم يروا إلى
الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. ഇത്രയും ആയത്തുകൾ ഇതേപോലെ ഓതി പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.